ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലുള്ള ഒരു ട്രൈബൽ വില്ലേജിലേക്കാണ് കേട്ടോ. പൂളയൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പുറമേ നിന്നുള്ള ആർക്കും അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. പക്ഷേ നമുക്ക് ഉണ്ണിയേട്ടൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. ഉണ്ണിയേട്ടൻ ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആളൊരു ഫോറസ്റ്റ് ഓഫീസറും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പോകാനുള്ള വഴികളൊക്കെ കുറച്ച് റിസ്ക്കാണ്. ഉണ്ണിയേട്ടനടക്കം ഞങ്ങൾ 5 ഫ്രണ്ട്സാണ് അങ്ങോട്ട് പോയത് കേട്ടോ. അത്യാവശ്യം നല്ല ഓഫ് റോഡ് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നടന്നുകൊണ്ടൊന്നും അങ്ങോട്ട് പോകാൻ കഴിയില്ല, ബൈക്ക് കൊണ്ടും കഴിയില്ല. ഓഫ് റോഡ് വണ്ടികൾ, 4 വീൽ ഡ്രൈവുള്ള വണ്ടികൾ തന്നെ വേണം അങ്ങോട്ട് പോകാൻ കേട്ടോ. കണ്ടോ, ഭയങ്കര റിസ്ക്കാണ് അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത്. അതാ വണ്ടി വളരെ റിസ്ക് പിടിച്ചിട്ടാണ് കയറുന്നത്. 4 വീൽ ഡ്രൈവ് നിർബന്ധമാണ് അങ്ങോട്ട് കയറി പോകുന്നെങ്കിൽ. ആനക്കട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററൊക്കെ ഇങ്ങനെ പോയാലേ അങ്ങോട്ട് എത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ ഉണ്ണിയേട്ടൻ്റെ അവിടുത്തെ പരിചയക്കാരോ കുടുംബക്കാരോ ആരൊക്കെയാണ്. കാണാൻ ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടേക്ക്. പുറമേ നിന്നുള്ള ആരും ഇങ്ങോട്ട് കയറാത്തതുകൊണ്ട് തന്നെ ഭയങ്കര വൃത്തിയും ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. കൃഷിയാണ് ഇവരുടെ മെയിൻ കേട്ടോ. ആടും പശുവൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ വരുമാന മാർഗം. സിനാൻക ഡ്രോണൊക്കെ പറത്തി കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ കുറേ കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് താമസം. അവർ ഈ പശു, ആട്, ഇവിടുത്തെ കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അവരുടെ ഭാഷ നമുക്കൊന്നും മനസ്സിലാവില്ല, അവർക്കാണത് മനസ്സിലാവുള്ളൂ. ഇത് കാട്ടിലെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് ഉണ്ണിയേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ഉണ്ണിയേട്ടാ, അതെന്തിനാണ് ആ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ടേ ഒന്ന് ആഴം നോക്കാം. ഇതിന് വെള്ളം എടുത്തിട്ട് നേരെ ഇതിനെ കൊണ്ടുവരും. ഇതിൽ കൊണ്ടുവന്ന് നേരെ ഇതിന് ഒഴിച്ച് വയ്ക്കും. അത് എന്തിനാണ് സംഭവം? ഇത് ഒന്നും മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. പഴയ ഒരു സിസ്റ്റമാണ്. നമ്മൾ എന്താ പറയുക, പുറം രാജ്യങ്ങൾ കാണുന്ന ഒരു സിസ്റ്റമാണത്. അതുപോലെ ഈ മരം വേറെ മരമാണ്, എന്ത് മരം പേര് അറിയില്ല. പക്ഷെ അതിൻ്റെ നല്ല പഴക്കവും ജീർണിച്ചു പോകാണ്ടിരിക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനാണല്ലേ? സ്വന്തം നമ്മുടെ സുഹൃത്താണ്, ആളൊരു ഫോറസ്റ്റ് ഓഫീസറാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഊരിലാണിപ്പോൾ, തലമുറകളായിട്ട് മുമ്പുള്ള ഊരിലാണിപ്പോൾ നമ്മൾ ഉള്ളത്. എത്ര തലമുറ ഉണ്ടാവും? 4-5 തലമുറ മുമ്പുള്ള
ആള് തമിഴ്നാട്ടിലായിരുന്നു അവരുടെ പരമ്പരയൊക്കെ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ನಮ್ತೇನೆ ರಾಯಿ ಬೆದೆಲ್ಲ ಇರ್ಕಾದು ಬೆಲ್ಲದು ಸ್ವಾಮಿ ಉಣ್ಗಾದು ರಾಮಿ ಗುಣ ನಂತರ ಇದೆಲ್ಲ ಸ್ವಾಮಿ ಅಲ್ಲ ನಮ್ತೇನೋ ಬೆಲ್ಲ ಬೆದೆ ಇರ್ತದೆ ಸುಳಿಯಾದೇನೆ ಅದು ನಮ್ತೆ ಮಿಷಮ ಇರ್ತದೆ இருக்குது இப்ப அது நம்ம சீர் நடந்து பண்ணி எங்கோ சதாட் வந்து பண்ணி ಅಲ್ಲ ಓರ್ವೇದೇನೆ ಬೆಲ್ಲ ಇರ್ತದೆ ಸುಳಿಯಾದೇನೆ ಸ್ವಾಮಿ ಅದೇನೋ ಸರಿಯಾಗಿ ಸರಿಯಾಗಲ್ಲ ನಮ್ಮ ಕುಟುಂಬಕ್ಕೆ ಅಲ್ಲಿ ನಾವು വീട് തമിഴ്നാട് ഗവൺമെൻറ് ഇവർക്ക് വെച്ച് കൊടുക്കുന്ന വീടുകളാണ് കേട്ടോ. 3 ലക്ഷമാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. ആ ബോർഡിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുക്കാൻ പട്ടികൾ സമ്മതിക്കണില്ല, ഭയങ്കര കുരയുണ്ട് അവർ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വല്ലാണ്ട് പോകാനുള്ളൊരു ധൈര്യമില്ല. ಇಪ್ಪ ಹೋಗ್ಲಮ್ಮ ಎಲ್ಲ ಪಾರ್ಕೊಂಡು ನಾಯಿ ಇದ್ದೇನೆಡ ನಾಯಿ ಅಂದ್ರೆ ಸರಿಯಲ್ಲ क्या लगा रहे हैं बा काउंट क्या लगा ಕುಟುಂಬ ತೆಚ್ಚ ಎಲ್ಲಾರು ಪತ್ತಲ್ಲ ಈತನೇ ಕುಟ್ಕೊಂಡು ಹೋಗ್ಬಿಡಿ ಕಾಳಿಲಾತ ಸೊಂದಕ್ಕರಾರು ಹೆಂಗಿರ್ತಾರು ಕಾವುಂಡಿಗಾಲಕ್ಕೆ ಮೋಕು ಕಾವಡಿಯಲ್ಲಿ ಕುಣಂಜಲೆ ಅದು ತಂದೇಸಿ ನಾನು ಅಕ್ಕ ಪೂಂಗೋಡಿ ಪೂಂಗೋಡಿ പൂങ്കൊടി கோடி സൂപ്പർ வெத்தலையா பாக்குறேன் வாங்கி பாத்தீங்க അല്ല എനിക്ക് ഇനി വന്ന് റൊങ്കി പോകാൻ വരെ പറയും ശരിയാ ശരി പോയി കാട്ടി ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ട്രൈബൽസിൻ്റെ ഏരിയയിൽ കൂടെ ഇങ്ങനെ നടക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ് കേട്ടോ. പ്രകൃതിയോട് അത്രയും ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ. അതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ. എനിക്ക് നീ ഇതുവരെ ನಾನು ಮಚ್ಚದೆ ನೆನೈತೆ ನಾನೇ ಕಂಡೆ കാടിതിരുന്നെടുത്ത കാടിതിരിക്കാൻ പോയത് ഏത് ലൈന് കയറാതെ വന്നേരം അജാന്തത് ഞാൻ എടുക്കണേ ഞാനും പോകും ഞാനും മാട് കെട്ടുകാത്ത ടൈം ആയിരുന്നു 6 മണിക്ക് അടുത്ത് വേണ്ട ಕೊಟ್ಟರೆ ಅದು ಕಲಾಯಿ ಕೊಡ
ജോലി എന്താ? ആടുകളാ? എന്നെ ആരും தெரியாது. பறந்தவா கொண்டோம் അല്ല എന്നെ தெரியாது. இம்முக்கு பறந்தவா பறந்தவா மகளுக்கு ஒரே மகாதே வராதுங்க ஐயோரே அரே பொண்ணுது புள்ளது കൂട്ടുകാരെ വന്ന് ഇരുന്ന് சரி சரி இல்லந்தாக்கி பலவா இம்மலே வந்தாலம்மா ஒரு நைட்டுக்கு கூட்டிக்கொண்டு அதே வேலை வந்திருக்கேன் நான் தீர்க்கேன் அங்கேயே போயிட்டாரு എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു? அது தெரியாது சாமி அது பரம்பரை காலத்தில் இருந்து இங்கே இருக்கிறது நான் താമസമൊക്കെ ഇവിടെ തന്നെ? எல்லாம் இங்கே ஆட்டு மாட்டு இதெல்லாம் இங்கே இருந்து வாழ்ந்துட்டு இருக்கிறோம் அந்த காலத்தில் அது நீ இந்த பாட்டை இங்கே வந்து இந்த ஊரில் கட்டிலன்னு அதிலிருந்து வளர்ந்துட்டு அப்போ இருக்கிறது കട്ടിയിട്ട് அது ஹோஸ்டலுக்கெல்லாம் விட்டு வந்தது விட்டு விட்டு பார்த்து கொஞ்சம் அதிலிருந்து തിരിച്ചു വരുമ്പോൾ ഈ കക്ഷി വഴി കുറച്ചു നേരം തടസ്സപ്പെടുത്തിയിട്ടോ. കാട്ടിൽ അതിക്രമിച്ച് കിടന്നതിൻ്റെ പ്രതിഷേധമാണെന്ന് തോന്നുന്നുണ്ട്.